എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വിഷ്വൽ എന്താണെന്നറിയാം, നിങ്ങളും ബാസിയും വളരെ രസത്തിൽ ഒരു ഇന്റർവ്യൂ നൽകി. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. അല്ല, ഞാൻ ഒരിക്കലും നമ്മുടെ ചുറ്റും കാണുന്നവരെപ്പോഴും ഒന്നായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ബാസി ഈസ് എ വെരി സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആൻഡ് സ്മാർട്ട്. അവൻ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാവം പയ്യനാണ്. അവനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുടെ കാര്യം രമ്യതയിൽ എത്രയെന്ന് ഞാൻ പറയാറില്ലേ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അവനെയും വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതൊക്കെ മാറ്റി നമ്മൾ മാറി ചിന്തിക്കുമ്പോഴല്ലേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ആ മാറ്റം ഞാൻ ഷൈനിൽ ഇപ്പൊ കാണുന്നുണ്ട്. ഷൈനെ ഞാൻ കുറെ ദിവസങ്ങളായി കണ്ടിട്ട്, ഷൈൻ അവിടെ മൈക്കുണ്ടമ്മേ, അവിടെ മൈക്കുണ്ട്. ഷൈനിലെ മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്, ഒത്തിരി മാറ്റം. അഭിനയത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, സ്വഭാവത്തിലെല്ലാം മാറ്റമുണ്ട്. അപ്പൊ സ്വഭാവം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമില്ല, ഹാപ്പിയാണ് ഇപ്പൊ ഷൈനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഷൈൻ പറഞ്ഞ ഡാഡിയോടും മമ്മിയോടും ചോക്കിട്ടും ഷൈൻ പറഞ്ഞൊരു വാക്ക്, ഞാൻ ഈ വിഷയങ്ങളുള്ളപ്പോൾ ഷൈൻ്റെ അടുത്ത് പോയി ഷൈൻ പറഞ്ഞൊരു വാക്ക് അതെൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര കണ്ണു നിറഞ്ഞ. ഇത്രയും നാളും അച്ഛനും അമ്മേനെയും നോക്കാൻ എനിക്ക് പറ്റില്ല, അവരെൻ്റെ കൂടെ എൻ്റെ കൈ പിടിച്ചു വരും, ഇനി എനിക്ക് അവരെ കൈ പിടിക്കണം എന്ന് പറഞ്ഞാണ് ഷൈൻ എന്നോട് ഒരു വിഷയം, ഈ ഇടയ്ക്ക് ഒരു വിഷയം ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ ശരിക്കും കൊണ്ട്. അല്ല, ഇവര് രണ്ടുപേരും മാത്രമല്ല, ഇവനും കുറെ ക്രൂശിക്കപ്പെടുന്നത് ഞാൻ കാരണമാണ്, മനസ്സിലായോ? അതെന്ന് വെച്ചാൽ അല്ല, തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതെ, കാരണം ഞാൻ അങ്ങനെ അതിന്റെ സത്യം എന്താണോ അല്ലെങ്കിൽ അത് നുണയാണോ എന്നല്ല ഞാൻ പറയുന്നത് ഒരു സംഭവം ഉണ്ടാവുന്നു, അതിന് പല വേഷനുകളും ഉണ്ടാവാം. അതെ അതെ, പല ആളുകൾക്ക് അനുസരിച്ചാണല്ലോ പല വേഷം ഉണ്ടാവുന്നത്. അതിന്റെ സത്യം എന്താണോ, അത് നുണയാണോ, അതിന്റെ യാഥാർത്ഥ്യം എന്താണോ എന്നൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല, നമ്മൾ പിന്നാലെ നടന്ന് പറയേണ്ട കാര്യമില്ല. എനിക്ക് ഹൈദരാലിക്ക് എന്നെ അറിയാലോ, എന്നെ ഇവർക്കറിയാം, ഇവർക്ക് എന്നെ അറിയാം. അതല്ലേ നമുക്ക് വേണ്ടോ? എല്ലാവരും നടന്ന് ഞാനിങ്ങനെയാണെന്ന് അങ്ങനെ പറഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം എനിക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്യാത്തതുണ്ട്. ഒരാൾ ദ്രോഹിക്കുന്നൊന്നും ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് തന്നെയായിരിക്കും, എൻ്റെ ശരീരത്തിനോടും എൻ്റെ മനസ്സിനോടും പിന്നെ ഈ ഇരിക്കുന്നവരോടും. അതിൽ ഞാനൊന്ന് മാറ്റി ഇനിയുള്ള കാലം ഇവർക്കനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഞങ്ങൾ അനുസരണയൊന്നുമില്ല. ഒരാളെ എപ്പോഴും ജീവിതം പൂർണ്ണമാകുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ. തീർച്ചയായിട്ടും അല്ലേ? അത് അതിനു വേണ്ടിയിട്ടാണല്ലോ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നത്, അല്ലേ? മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തനിക്കും അത് തനിക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നത്. അതിനല്ല കണ്ണാടി, അതിനല്ലേ കണ്ണാടി. ഈ ജോക്കൂട്ടം ഭയങ്കര ജോക്ക് അടിക്കുന്ന ആളാണ്. തഗ് എവിടുന്ന വന്നേന്ന് അറിയില്ലേ? അതാ ഡാഡിയുടെ അടുത്തുന്നല്ലേ? മമ്മി അത്യാവശ്യം തഗ്ഗടിക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.